എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റിവ്യൂ ആണ്. ഒരു കിടക്കാച്ചി സാധനം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ടേക്കാണ് നമ്മുടെ വീഡിയോ. വേറെ ദിവസം നമ്മൾ വന്നേച്ച് ഈ വീഡിയോ എടുക്കാനായിട്ട്, പക്ഷേ ആ വീഡിയോ മൊത്തം ഫോർമാറ്റായി പോയി എന്നുള്ളതാണ് സത്യം, ഡിലീറ്റ് ആയി പോയി മൊത്തം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ഇലക്ട്രിക് ആണ്, പിന്നെ എന്താ പറയുക, നമ്മൾ ചാർജ് ചെയ്യുന്ന സംഭവമാണ്, അല്ലാണ്ട് ഉന്തിക്കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല. പിള്ളേരുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ സാധനങ്ങൾ, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് സംഭവമാണ്. ഓക്കെ, മാക്സിമം സ്പീഡ് 24 ആണ്, 24 ആണ് നമ്മുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അധികം വായിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ മടക്കി വെച്ച് തരാനുള്ള ഈ ഒരു സ്കൂട്ടറിൻ്റെ, കിക്ക് സ്കൂട്ടറിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കണം, വേറെ ഒന്നുമല്ല, ഇങ്ങോട്ട് വന്ന സൈക്കിളിലാണ്. സംഭവം ഇത് ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോജൻ്റെ തന്നെയാണ്, റോജൻ്റെ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിൽ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. പ്രൈസ് ആമസോണിൽ വരുന്നത് ഏകദേശം 24,000 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് വളരെ കുറവാണ്, എല്ലാം നല്ല എന്നാലും ഉണ്ട്. നമ്മുടെ ഏരിയയിൽ വരുമ്പോഴത്തേക്കും മിക്ക ആൾക്കാരും എന്ത് ജീവി എന്ത് സാധനം എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മൾ ബാക്ക് വീലിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ബാക്ക് വീലിൽ പറഞ്ഞത് എയർ അടിക്കുന്ന ടയേഴ്സാണ് കേട്ടോ, മറ്റേ സ്പോഞ്ച് ടൈപ്പ് അല്ല, എയർ അടിക്കുന്ന ടയേഴ്സാണ്. പിന്നെ ഒരു ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ഡിസ്ക് ബ്രേക്ക് ഫുള്ള് ഡിസ്ക്കാണ്. പിന്നെ ഇതിപ്പോൾ മടക്കി വെച്ചേക്കുവാണ്, ഫോൾഡബിൾ ആണ് സാധനം. ഇപ്പോൾ ഇവിടെ പിടിച്ചാലും നമുക്ക് പിടിച്ചിട്ട് നടക്കാം, അല്ലാതാണെങ്കിൽ ഉന്തിക്കൊണ്ട് നടക്കാം. അപ്പോൾ ഇതെങ്ങനെ ലോക്ക് വന്നേക്കണേ ഞാൻ കാണിച്ചാൽ, ജസ്റ്റ് ഇതുണ്ടോ ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ നമുക്കിത് പൊക്കാം. അത് നേരെ കണക്ട് ചെയ്യണത് നമ്മുടെ ബെല്ലിലോട്ടാണ്. ഈ സാധനം നമ്മളവിടെ ലോക്ക് ഇട്ടേച്ചോ കേട്ടോ, ഇതാണോ ഇവിടെയാണ് നമ്മൾ ലോക്ക് ഇട്ടേച്ചത്. ഈ സാധനം നമ്മൾ നേരെ ബെല്ലുമായി, അങ്ങനെയാണ് അവർ ചെയ്തേക്കണത്. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ബ്രോ ഒന്ന് ലോക്ക് ഇടും. ഇവിടെ ഒരു ലോക്ക് ഉണ്ട് കണ്ടോ. ആ സാധനം ഒന്ന് പൊക്കത്തോട്ടാക്കിയിട്ട് ഇത് ജസ്റ്റ് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി, ഹാൻഡിൽ ലോക്കായി ഇവിടെ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിടിച്ചുകൊണ്ടും പോവാം, എന്തുകൊണ്ടും പോവാം. ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ മെട്രോ കയറുവാണെങ്കിൽ മെട്രോ സൈക്കിൾ കയറ്റാം, എന്നാൽ ഈ സാധനം നമുക്ക് പിടിച്ചിട്ടുണ്ട് ആരൊന്നും പറയില്ല. അപ്പോൾ ബസ്സിന് പോവുകയാണെങ്കിൽ ബസ്സിൽ കയറ്റാം, കാറിനൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കാറിൽ കയറ്റി കൊണ്ടുപോകാം, ബൈക്കിൽ കൊണ്ടുപോകാൻ വേണമെങ്കിൽ ചരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫ്യൂച്ചേഴ്സ് പറയാനുള്ളത്. പിന്നെ ബാക്കിൽ പറയാനുള്ളത് വെച്ചൊരു മൺഗാർഡ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ വയറാണ്ടോ, ബ്രേക്ക് കൊടുക്കുമ്പോഴും ഇത് കത്തും, അല്ലാതെ നമുക്ക് ലൈറ്റ് ഓൺ ആക്കിയാലും കത്തും. മുമ്പിലൊരു ലൈറ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബാക്കിത്തെ കാര്യങ്ങളും. ഇതിൻ്റെ കളർ എഡീഷൻ വരുന്നത് ഇപ്പോൾ ഒരു ഗ്രേ ബ്ലാക്കും റെഡ് എഡീഷനാണ് വന്നേക്കുന്നത്. ഫുള്ള് നല്ലൊരു മാറ്റി ഫിനിഷിലാണ്, അടിപൊളിയായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു റബ്ബർ ഫിനിഷ് വന്നിട്ട് നമുക്കൊരു ഗ്രിപ്പ് കിട്ടാനായിട്ട്. ഇവിടെ അല്ല കേട്ടോ ബാക്ക് ബ്രേക്ക്, ഡിസ്ക് ബ്രേക്കാണ്. നമ്മുടെ ഏതൊരു സ്കൂട്ടറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കിക്ക് സ്കൂട്ടറല്ല, നോർമൽ നമ്മൾ ഉന്തിക്കൊണ്ട് നടക്കൂലേ, നമ്മളിവിടെ ബാക്കിൽ ഇങ്ങനെ കാലമർത്തി കൊടുത്താൽ ബ്രേക്ക് ആവും. പക്ഷേ അതല്ല, ഇത് ഡിസ്ക് ബ്രേക്കാണ്, കണക്ഷൻ നേരെ മുമ്പിലോട്ട് കൊണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ബാറ്ററിക്ക് മുമ്പ് ഇവിടെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്, ചെറിയ സ്റ്റാൻഡ് ഇതിന് വേണ്ടിയത്. ഇതിൻ്റെ അടിയിലാണ് ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ബാറ്ററി, ഇതാണ് ചാർജിങ് പോർട്ട് അല്ലേ, ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. കണ്ടോ, ഇത്രയും ലെങ്ത്താണ് നമ്മുടെ ബാറ്ററിക്ക് ഉള്ളത്. പിന്നെ ഇതിന് മെയിനായിട്ട് വരുന്ന 3 ടൈപ്പ് മോഡുണ്ട്. ആ മോഡ് അനുസരിച്ചായിരിക്കും ബാറ്ററിയുടെ ചാർജ് നിൽക്കുക, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം പുറമേ ഉള്ള ലുക്കും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. പിന്നെ മുമ്പിലത്തെ വീൽ അതേപോലെ തന്നെ ബാക്കിൽ ചെറിയൊരു ഇതുണ്ടോ, റിമ്മിൻ്റെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. മുമ്പിലും അങ്ങനെയല്ല, ഇവിടെ നിന്ന് ക്ലോസ്ഡ് ആയിട്ട് കൊടുത്താണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടർ വരുന്നത് മുമ്പിലാണ്, വീലിൽ തന്നെയാണ് മോട്ടർ. ഓക്കെ, അത് നല്ലൊരു ഫ്യൂച്ചറാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മോട്ടറും, ഇവിടെ നിന്ന് തന്നെ പവർ വരുന്നത്. ബാക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ബാക്കിൽ ജസ്റ്റ് പുഷിങ് മാത്രമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ മോട്ടറും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ റെഡ് ബ്ലാക്ക് വയേഴ്സ് ഇത് നേരെ ഹാൻഡിലോട്ട് കണക്ട് ചെയ്യണം, ബാറ്ററിയിൽ നിന്ന് നേരെ ഹാൻഡിലോട്ട് കണക്ട് ചെയ്യണം. റെഡ് വയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് കണക്ട് ചെയ്യണം കേട്ടോ, അത് ബാറ്ററിയിൽ നിന്നല്ല, നേരെ ബ്രേക്കിലോട്ട് പോണ വയറാണ്. ഇതാണോ റെഡ് വയർ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ബ്ലാക്ക് വയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഇവിടെ ചെറിയൊരു മീറ്റർ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റും ഉണ്ട്. ഈ ലൈറ്റും ബാക്കത്തെ ലൈറ്റ് ഒരുമിച്ച് കത്തണേ. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു മീറ്റർ സിസ്റ്റം ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. അത് ശരിക്കും മിന്നുന്നില്ല, അത് നമ്മുടെ ക്യാമറ ഷട്ടറിൻ്റെ ഒരു സംഭവമാണ് അത് കാണിക്കണത്, ശരിക്കും ഇവിടെ മിന്നുന്നില്ല. ഓക്കെ, ഇപ്പോൾ 00 എക്കോ മോഡിലുള്ളത്. അപ്പോൾ നമുക്ക് 3 മോഡിനെ കുറിച്ച് ഒന്ന് പറയാം. ഇപ്പോൾ എക്കോ മോഡ്, ഇപ്പോൾ ഡ്രൈവ് മോഡ്, ഇതിൻ്റെ ഒരു മോഡും കൂടെ ഉണ്ട്, ഇതാണ് സ്പോർട്സ് മോഡ്. അപ്പോൾ ഈ 3 മോഡ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എക്കോ മോഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ കാറിലായാലും എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു നോർമൽ മോഡുണ്ട്, സാധാ ഒരു എന്താ പറയുക ഡ്രൈവിംഗ് മോഡ് എന്നൊക്കെ പറയാം. ആ ഒരു മോഡാണ് എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് കൂടുതൽ ബാറ്ററി ചാർജ് നിൽക്കുന്ന ഒരു മോഡ്. പിന്നെ വരുന്നത് നമ്മുടെ ഡ്രൈവ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി സ്പീഡ് കൂടും. സ്പീഡ് വരുന്നത് 22 ആണ്. എക്കോ മോഡിൽ വരുന്ന മാക്സിമം സ്പീഡ് 20 ആണ്. ഓക്കെ, അപ്പോൾ എക്കോ മോഡ് മാറി സ്പോർട്സ് അല്ല ഡ്രൈവ് മോഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡ് മാക്സിമം വരുന്നത് 22 ആണ്. ഓക്കെ, ഇപ്പോൾ എക്കോന്ന് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവ് മോഡിലേക്ക് മാറി. ഡ്രൈവ് മോഡിൽ ഞാൻ പറഞ്ഞു 22 ആണ് മാക്സിമം സ്പീഡ് വരുന്നത്. മോഡ് മാറ്റുന്നതനുസരിച്ച് നമ്മുടെ ബാറ്ററി ചാർജ് നിൽക്കുന്ന ടൈമും കുറയും. ഇനി വരുന്നത് നമ്മുടെ സ്പോർട്സ് മോഡ്. സ്പോർട്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വലിയ സ്പീഡൊന്നുമില്ല, എന്നാൽ അതിനകത്തുനിന്ന് ഒരു 2 സ്പീഡ് കൂടും, അതായത് 24 കിടക്കും. അത്യാവശ്യം നല്ലൊരു സ്പീഡ് ഇതിനകത്ത് പറ്റിയ ഒരു സ്പീഡ് നമുക്ക് തരും.
അപ്പോൾ അതങ്ങനെയാണ് ഇതിൻ്റെ 3 മോഡ്. സ്പോർട്സ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എക്കോ മോഡിനേക്കാളും നല്ലോണം ബാറ്ററി വലിക്കും. ഓക്കെ, നമുക്കങ്ങനെ എക്കോ മോഡിൽ ഇപ്പോൾ എക്കോ മോഡിലാണ് നോർമലി ഓടിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മൾ വലിയ സ്പീഡിലൊന്നും റേസ് ചെയ്യാൻ പോകണില്ലല്ലോ ഈ സാധനമായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോയാലും ഇതും പിടിച്ചാൽ നമുക്ക് പോകാം. എവിടെയെങ്കിലും ഇപ്പോൾ നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇലക്ട്രിക് ആണ്, ഉന്തണ്ട, ഒന്നും ചെയ്യണ്ട. നമുക്ക് ജസ്റ്റ് പിടിക്കുക. ഇതാണ് ആക്സിലേറ്റർ. ഞാൻ പറയാം, ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ വരുന്നത്. സ്വിച്ച് അല്ല, നമ്മൾ നോർമൽ കൊടുക്കണ പോലെ നോർമലി ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഇതാ ഓണാണോ? ഓണാണ്. അതിപ്പോൾ വണ്ടി തള്ളിയാലും വേണ്ടി. ഓക്കെ, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അമർത്തിയാലാണ് ആക്സിലേറ്റർ പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ബാക്കിയെല്ലാം നമുക്ക് പറയാം. പിന്നെ ഇത് ബെല്ല്, ഞാൻ നേരത്തെ പറഞ്ഞത് ബെല്ല്. പിന്നെ ഒരു പോരായ്മ റോംബ്രോക്ക് തോന്നിയതാണ് ബെല്ല് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക്. ഇതിന് സൗണ്ട് തീരെ കുറവാണ്. അത് കൂടാണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഊരിപ്പോയായിരുന്നു. ഇതിനു മുമ്പ് റിവ്യൂ ചെയ്യാൻ വന്നപ്പോഴാണ് അതിൻ്റെ സ്ക്രൂ ഊരിപ്പോയത്. അത് മാത്രമേ എനിക്ക് പ്രശ്നം തോന്നിയുള്ളൂ. പിന്നെ വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നോർമൽ സൈക്കിൾ ഇപ്പോഴത്തെ മിക്ക സൈക്കിളിലും തന്നെ ഹോൺ ടൈപ്പ് ആണിത്. എന്ന് വെച്ചാൽ സിമ്പിൾ ഇതാ സൗണ്ട് കേട്ടോ നിങ്ങൾ. ഇതേ ഉള്ളൂ. ഒരു എന്താ ഐസ്ക്രീം കാരൻ്റെ അതിൻ്റെ അത്ര ഒന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. അപ്പോൾ ഹോണൊന്നും ഒരു ഇലക്ട്രിക് ബെല്ല് ഒരുപാടുണ്ടല്ലോ. അത് എന്നാലും കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ഹോണിന് 2 സിസ്റ്റങ്ങൾ കൊടുത്തേ. ഈ സാധനം തന്നെ നമുക്ക് ബാക്കിൽ ലോക്ക് ചെയ്യാം. അപ്പോൾ അത് ബുദ്ധിപൂർവ്വം കളിച്ചേക്കുവാണ്. പക്ഷേ ഹോണും കൂടെ കുറച്ച് അപ്ഡേറ്റ് ചെയ്തെങ്കിൽ അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ആയാനെ. വേറെ ഡിസഡ്വാൻറ്റേജ് ഒന്നും തോന്നിയിട്ടില്ലല്ലോ. വേറെ ഒന്നും ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഓടിച്ചിട്ട് എങ്ങനെ? ഓടിച്ചിട്ട് നല്ല കംഫർട്ടാണ്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ആൾക്കാർ നോക്കി കഴിയുമ്പോഴേക്കും ഏതാണ്ട് അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആരാണ്ട് ഞാൻ പോലെയാണ് എന്നെ നോക്കുന്നത്. പിന്നെ ചിലർ എന്നോട് പ്രൈസ് ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. പിന്നെ റേഞ്ച് എത്രയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ആൾക്കാർക്ക് ഒരു അത്ഭുതമാണ് ഇത് കാണുമ്പോൾ. അത്രേ ഉള്ളൂ. ആൾക്കാർ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരായാലും അധികം ഒന്നും യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ കാണാത്തൊരു സാധനമാണ്. ഫോറിനേഴ്സ് നമ്മുടെ ഫുഡ് കൊച്ചിയിലൊക്കെ ഓടിച്ച് നടക്കണം കാണാറുണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ എടുത്തപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ ആദ്യമായിട്ടാണ്, നമ്മുടെ ഏരിയയിൽ ആദ്യമായിട്ടാണെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഇത് ഫസ്റ്റത്തെ വീഡിയോ ആട്ടോ റിവ്യൂ. ഇതിൻ്റെ ഫസ്റ്റത്തെ കേരളത്തിൽ മലയാളത്തിലുള്ള വീഡിയോ ആണ്. ഹിന്ദിയിലും ഉണ്ട്. ഹിന്ദിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിന് പുറത്തും വീഡിയോസ് ഉണ്ട്, പക്ഷേ കുറവാണ്. ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ ആയിക്കോട്ടെ, ടെസ്റ്റ് ഡ്രൈവ് ആയിക്കോട്ടെ, എന്തായാലും ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഔട്ടിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത പറയാനുള്ളത് വെച്ചാൽ ആക്സിലേറ്റർ ആണ്. ഇത് ഹാൻഡ് സാനിറ്റൈസർ ആണോ, ഡെറ്റോളിൻ്റെ സാനിറ്റൈസർ ആണ്. പിന്നെ ആക്സിലേറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താലേ വണ്ടി നീക്കത്തുള്ളൂ. എന്നിട്ടാണ് ആക്സിലേറ്റർ കൊടുക്കുന്നത്. ഇപ്പോൾ കൊടുത്താലും അനങ്ങത്തില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ ഞാനും റോഹംബ്രോ 2 വെയിറ്റ് കാറ്റഗറി, പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്, കാരണം നല്ലോണം തടി വെച്ചൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കാം, എക്സ്പീരിയൻസ് പറയാം. റോഹംബ്രോയുടെ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് എത്ര ആഴ്ച, ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു. നമ്മളിപ്പോൾ എടുത്തിട്ട് തന്നെ 2-3 ദിവസം കഴിഞ്ഞു. ഒരു വീഡിയോ എടുത്തേച്ചു, പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഫോണിൽ നോക്കിയപ്പോഴത്തേക്കും പക്ഷേ ഒരു വീഡിയോ ഇല്ല. എന്ത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ സൗണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ബാക്കിൽ പണി കിടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ആ ഒരു പ്രശ്നമാണ് വരുന്നത്. നമ്മൾ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൻ്റെ ആയിട്ട് തുടങ്ങിയത്. ബാക്കിൽ കാണുന്ന പരേഡ് ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓടിച്ച് നോക്കാം, സംഭവം ഓടിച്ച് നോക്കാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ ഒരു പ്രാവശ്യം ഓടിച്ച് നോക്കിയാണ്, ഒരു പ്രാവശ്യം റിവ്യൂ പറഞ്ഞാണ്. എന്നാലും ഒന്നുകൂടെ ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, വെയിറ്റ് ആയാലും പുള്ളിങ് പവർ ആയാലും പാലം കയറലായിക്കോട്ടെ, കയറ്റം കയറലായിക്കോട്ടെ, എല്ലാം നമ്മൾ പറയാം. പിന്നെ ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഓടിച്ചു നോക്കാം. വലിയ ഓഫ് റോഡിലൊക്കെ കൊണ്ടുപോയാൽ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവിലേക്ക് കിടക്കാം. നമ്മുടെ റോഹംബ്രോ ഓടിക്കാൻ പോവുകയാണ്. റോഹംബ്രോ നേരത്തെ ഓടിച്ചാൽ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല ഈ ക്യാമറയിൽ. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലാണ്. ഇപ്പോൾ അങ്ങോട്ട് പോയാലും നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബാക്കി പറയാം. സ്റ്റാൻഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കേറ്റ് ബോർഡ് പോലെയാണ്. ഉന്തി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ആക്സിലേഷൻ കൊടുത്താൽ ഇങ്ങോട്ടേക്ക് വരും. തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒന്ന് ചെറിയൊരു പുള്ളിങ് കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് മോട്ടറിൻ്റെ ഒരു സ്പീഡ് കിട്ടുള്ളൂ. അല്ലാതാണെങ്കിൽ ഭയങ്കര സ്പൈയെ നീങ്ങത്തുള്ളൂ. ഫസ്റ്റ് ഒരു പുഷിങ് കൊടുത്താൽ അടിപൊളിയായിട്ട് ഇങ്ങോട്ട് വരും. കണ്ടോ, ബ്രേക്കും പിടിച്ച് അടിപൊളിയായിട്ട് വരും. കറക്റ്റ് അവിടെ തന്നെ നിർത്തി. പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് എൻ്റെ ABS എന്ന് പറഞ്ഞാൽ. ABS എന്താണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കണ്ട. ഈ ഒരു വണ്ടിക്ക്, ഈ ഒരു കിക്ക് സ്കൂട്ടറിനെയും ABSും നിങ്ങൾ ആലോചിക്കണ്ടാവും അല്ലേ? അതെന്താണെന്ന് ഞാനായിട്ട് പറയുന്നില്ല, റോംബ്രോയെന്ന് പറയും. കാരണം എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഈ ABS ആണ്. അത് ഈ ABS, അതായത് ഇലക്ട്രോണിക് ABS. അതായത് നമ്മളിപ്പോൾ 2 ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് സത്യം പറഞ്ഞതിന്. അതായത് നമ്മളിപ്പോൾ ഇത് പിടിച്ച് കഴിഞ്ഞാൽ സാധാരണ വണ്ടി നിൽക്കുന്ന പോലെ ഇത് ബ്രേക്ക് ആവും. പിന്നെ ഉള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ആക്സിലറേറ്ററിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി. അതായത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് വിടാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ആക്സിലേറ്റർ നമുക്ക് വിട്ടാലും വണ്ടി നോർമൽ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി വണ്ടിക്ക് ബ്രേക്ക് ആവും. അതായത് നമ്മുടെ ബാക്ക് ബ്രേക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഉപയോഗിച്ച് നമുക്ക് നിർത്താൻ പറ്റും. ഇത് ഒരു പ്രാവശ്യം നമുക്ക് കഴിഞ്ഞാൽ എഞ്ചിൻ കട്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രാവശ്യം പിടിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ കട്ടാവും. അപ്പോഴേക്കും പറ്റുന്നതെന്ന് വെച്ചാൽ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറവാണ്. പിന്നെ ഡിസ്കും പിടിച്ച് കഴിയുമ്പോഴേക്കും വണ്ടി സ്കിഡ് ആവാണ്ട് വണ്ടി നിൽക്കും. എഞ്ചിനോടുള്ള ഈ ABS എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. എന്നുവെച്ചാൽ എഞ്ചിനോടുള്ള പവർ കട്ടായി പോകും. അപ്പോൾ തന്നെ വണ്ടിക്ക് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഉന്തി കൊടുത്തിട്ട് ജസ്റ്റ് ഇത് ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങും. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ നെക്കി കൊടുത്താൽ, നമ്മൾ ആക്സിലേഷൻ കൊടുത്തതിന് ഇട്ടാലും വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഒന്നും കൂടെ അമ്മയ്ക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലേഷൻ കട്ടാവും, അതായത് പവർ കട്ടാവും. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ സഡൻ സ്റ്റോപ്പാണ്. എന്ന് വെച്ചാൽ വണ്ടി സ്കിഡ് ആവത്തൊന്നുമില്ല, നേരെ നിൽക്കത്തേ ഉള്ളൂ.
വീണാലും നമുക്കൊന്നും പ്രത്യേകിച്ച് പറ്റാനില്ല, കാരണം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ചാടി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, കാലത്ത് നിൽക്കാന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് പിന്നെ സേഫ്റ്റി പരമായിട്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണാം, അതായത് ഇരിക്കുമ്പോഴത്തേയുള്ള ഒരു വ്യൂവും കാണാം. ചെസ്റ്റ് മൗണ്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതാ നമ്മൾ സൈക്കിളിൽ മിക്ക വീഡിയോസ് ഇതിനകത്ത് എടുക്കണേ. അപ്പോൾ ചെസ്റ്റ് മൗണ്ട് വെച്ചിട്ട് നമുക്ക് വീഡിയോ നോക്കാം. അതുപോലെ തന്നെ റോഹൻ ബ്രോ പിടിച്ചിട്ട് ഒരു വീഡിയോ കാണാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ നിൽക്കുമ്പോഴുള്ള പൊസിഷനും കാര്യങ്ങളും പറയാം. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. എല്ലാം നമ്മൾ തുറന്നു പറയും, കാരണം ഇത് ഫസ്റ്റ് ആയിട്ടാണ് യൂട്യൂബിൽ ഒരു റിവ്യൂ വരുന്നത്. അപ്പോൾ എല്ലാം തുറന്നു പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഓടിച്ച് നോക്കാം. ഇപ്പോൾ എക്കോ മോഡിലാണ് തുടങ്ങണം. എക്കോ മോഡാണ് ഞാൻ ഓടിക്കാൻ പോകുന്നത്. അത് ശരിക്കും മിന്നിലൊന്നുമില്ല കേട്ടോ, ഞാൻ പിന്നെയും പറയുകയാണ്, മിന്നുന്നില്ല. അത് നമ്മുടെ ക്യാമറയുടെ ആ ഒരു ഷട്ടറിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക മാനുവൽസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് സംഭവം. ഗ്രീൻ ലൈറ്റ് അതൊന്നും കാണാൻ പറ്റില്ല, ഗ്രീൻ ലൈറ്റ് ബട്ടൺ എന്തൊക്കെ പ്രസ് ചെയ്യണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഓടിച്ച് നോക്കാം. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചെറിയ ഓഫ് റോഡെന്നല്ല, ഒരു പുല്ലൊക്കെ അവിടെ ഇട്ടേക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഞാനാണ് ഓടിക്കാൻ, ഞാനാണ് ഓടിക്കാൻ. റോഞ്ചർ അപ്പുറത്തുണ്ട്, നമുക്കെന്തായാലും ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാം. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് എന്നല്ല, ഒരു ചെറിയൊരു കടയിലോട്ട് പോവുകയാണ്. ഷോപ്പ് ആൻഡ് സേവ് എല്ലാവർക്കും അറിയായിരിക്കും, ഇവിടെ ഉള്ളവർക്കായിരിക്കും അറിയായിരിക്കും. അപ്പോൾ ഞാനാണ് ഇത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ റോഞ്ചറിൻ്റെ അപ്പുറം സൈക്കിൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ആക്സിലേഷൻ വിട്ടുവിട്ട് ഓടിക്കണം, കാരണം കണ്ടിന്യൂസ് നമുക്ക് സ്പീഡും വേണ്ട. അതാകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് ചെയ്താൽ നമ്മുടെ ബാറ്ററി നിന്നോളും. ഒരു ബാലൻസിങ് പ്രശ്നം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ബാലൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല, അല്ലാണ്ട് ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാകാൻ വഴിയുണ്ട്. കാരണം ഇതിന് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു തോന്നുന്നുണ്ട്, ആട്ടമുണ്ട്. അത് നമ്മൾ സൈക്കിൾ ബാലൻസ് ഉള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി അത് ബാലൻസ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് റൈറ്റ് കയറിയാണ് പോകേണ്ടത്. വളവും കാര്യങ്ങളും കാണിച്ചു തരാം. പിന്നെ പറയാനുള്ള ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഇത് എത്തിയപ്പോൾ തൊട്ടുള്ള പ്രോബ്ലം ഉണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബാലൻസിങ്ങിനല്ല, ഹാൻഡിലിൽ ഒരു ചെറിയൊരു വളവുണ്ട്. അത് നമ്മുടെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പമല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ അടിയത്തെ സ്ക്രൂ നട്ടൊന്ന് ടൈറ്റ് ചെയ്തേക്കണം, അത് വളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണി അറിയാം, അധികം കിടന്ന് പണി ചെയ്തില്ല, കാരണം പണി ചെയ്തിട്ട് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചയക്കേണ്ടി വരും. വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ തിരിച്ചയച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആടുമ്പോൾ ഞാൻ കാണിച്ചു തരാം, വലിയ പ്രശ്നമൊന്നുമില്ല. കണ്ടോ, നോർമൽ കയറി വന്നാൽ ഇറങ്ങുമ്പോൾ ഞാൻ എന്തായാലും ആക്സിലേഷൻ വിടുന്നുണ്ട്, കാരണം അധികം ഒന്നും കൊടുക്കണില്ല. സുഖമായിട്ടാണ് പോകുന്നുണ്ട്. നമ്മളധികം ആക്സിലേഷൻ ഒന്നും കൊടുക്കണില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്സിലേഷൻ കൊടുത്ത് വേണ്ട പോലെ സ്പീഡ് കിട്ടി കഴിയുമ്പോൾ അവിടെ കട്ട് ചെയ്ത് വിടും. കണ്ടു, പിന്നെ അങ്ങോട്ട് പൊക്കോളും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുക. ഇപ്പം ഞാൻ പോണ സ്പീഡ് എന്ന് പറഞ്ഞാൽ 15 ഞാൻ മാക്സിമം കൊടുക്കണത്. എക്കോ മോഡിൽ നമുക്ക് 20 വരെ പോകാം. അത് ഞാൻ കാണിച്ചു തരാം. റോഡ് ഇപ്പോൾ ഫ്രീ ആവട്ടെ, ഇപ്പോൾ തിരക്കൊക്കെ അല്ലേ. തിരക്കെന്നല്ല, വണ്ടികളുണ്ട്. എന്താ നമ്മുടെ ഷോപ്പ് ആൻഡ് സേവ് എത്തി. ബ്രോഞ്ചായിട്ടൊക്കെ എന്തോ മേടിക്കാനുണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തുന്നത്. സുഖമായിട്ട് ഒറ്റയടിക്ക് നിർത്തി. നമ്മുടെ സൈക്കിളിലേക്ക് പവർ ബ്രേക്കില്ലേ, അതേപോലെ തന്നെ സിസ്റ്റമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് മേടിച്ചിട്ട് ഇനി ഇറങ്ങിയിട്ട് ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എൻ്റെ അപ്പ് ആണ്. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ലല്ലോ. പറയാനുണ്ട്, മറന്നുപോയി. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇപ്പോൾ നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമല്ല. പിന്നെ ഇതിവിടെ ഓടിക്കാനുള്ള ലൈസൻസ് വേണം. ലൈസൻസ് ഒന്നും വേണ്ട. ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും നിയമ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ. അതൊന്നും പ്രശ്നമൊന്നുമില്ല, ഇവിടെ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അതായത് ലൈസൻസ് എന്ന് പറയാനായിട്ട് ഹെൽമെറ്റ് ഇപ്പോൾ നിങ്ങൾ സൈക്കിൾ റൈഡേഴ്സ് കണ്ടിട്ടുണ്ടോ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പോകണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സേഫ്റ്റി അവർക്ക് നോക്കാനാണ്. പിന്നെ എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി ഉണ്ടെങ്കിൽ അത് ഇടുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി ഉണ്ടെന്നാണെങ്കിൽ ഇടുക. അതുപോലെ സേഫ്റ്റികരമായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടുക. നിർബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെ നിയമമൊന്നുമില്ല. ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഓടിക്കണം നിയമമൊന്നുമില്ല. സൈക്കിൾ പോലെ തന്നെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടണ്ട. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു മോഡലുണ്ട്, ഇതിൻ്റെ ലൈറ്റ് മോഡൽ എന്നൊക്കെ പറയാം. സെയിം കമ്പനി അല്ല കേട്ടോ. കമ്പനി വരുന്നത് നമ്മുടെ ഹീറോ ആണ്. ഹീറോയുടെ മോഡലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. സംഭവം വെച്ചാൽ പിള്ളേർക്ക് പറ്റിയതാണ്, നമുക്ക് ഓടിക്കാം. പക്ഷേ മാക്സിമം വെയിറ്റ് കപ്പാസിറ്റി താങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക 60 കിലോ ആണ് അതിൻ്റെ മാക്സിമം വെയിറ്റ് താങ്ങുന്നത്. അപ്പോൾ ബെറ്റർ വേർഷൻ ഇതാണ്. പിന്നെ അതിൻ്റെ ടയറൊക്കെ ചെറുതാട്ടോ. ഇതിൻ്റെ ടയർ ഇത്ര ഉണ്ട്, പക്ഷേ അതിൻ്റെ ടയർ ഇതിനേക്കാളൊക്കെ ചെറുതാണ്. പിന്നെ മോഡൽ ഇത്രയും കൂടി ചെറുതാണ്, ഹാൻഡിൽ ഇത്രയും പൊക്കം ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ടയറൊക്കെ ചെറുതാണ്. അത് നമുക്ക് കിട്ടിയാൽ അറിയത്തുള്ളൂ എന്തോരം ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് പറ്റിയ ഒരു എഡീഷൻ എന്നൊക്കെ പറയാം. എന്താ പറയുക, പിള്ളേരൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതും നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനേക്കാൾ ചെറുതുമായിരിക്കും, ലോഡ് കപ്പാസിറ്റി കുറവായിരിക്കും, സ്പീഡും കുറവായിരിക്കും. അതൊക്കെയാണ് വ്യത്യാസം. അതിന് 3 മോഡുണ്ടോയെന്ന് അറിയത്തില്ല. ഇതിനാണ് 3 ബോർഡുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ എൻ്റെ ആണ് ഫോർട്ട് കൊച്ചി ബീച്ചിലാടോ. ബീച്ചിൻ്റെ കോരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പാലൊക്കെ ഉണങ്ങിയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കൂട്ടിയതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയൊക്കെ കോർപ്പറേഷൻ കാര്യമൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണല്ലോ, എടുത്താൽ മതി. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എൻ്റെ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ട്രാവൽ ബ്ലോഗൊക്കെ അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.